സോ നമ്മൾ കുറേ നാളായി ലേറ്റസ്റ്റ് ടെക് ന്യൂസുകൾ ചെയ്തിട്ട് അതെ അപ്പോൾ അത്യാവശ്യം നല്ല ന്യൂസ് വന്ന സ്ഥിതിക്ക് ഞാൻ ടെക് ന്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ തുടങ്ങിയേക്കാം. ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമേ തന്നെ നമുക്ക് ഗൂഗിളിൽ നിന്ന് തുടങ്ങാം. ഗൂഗിളിയുടെ ഒരു പുതിയ വാർത്ത എന്ന് പറയുന്നത് ഗൂഗിളിയുടെ സ്വന്തം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഞ്ചിനായ ബാർഡ്, BARD, ബാർഡ്, ഇന്ത്യൻ ആക്സെന്റ് പറ ബാർഡ്. ഈ ബാർഡിന്റെ പേര് മാറ്റി ജെമിനി എന്നാക്കിയിരിക്കുകയാണ്. അതെ, ജെമിനി. അതായത് ഗൂഗിൾ ബാർഡ് എന്ന് പറഞ്ഞാൽ അവരുടെ AI എഞ്ചിൻ ഫുൾ റീബ്രാൻഡ് ചെയ്ത് ജെമിനി എന്നാക്കിയിരിക്കുകയാണ്. ഓൾറെഡി ഇവർ ഈ ജെമിനിനെ പറ്റി ചെറിയൊരു അനൗൺസ്മെന്റ് ഒക്കെ നടത്തിയായിരുന്നു. ഓൾറെഡി അവരുടെ AI എഞ്ചിനൊക്കെ ആയിട്ടാണ് പേരൊക്കെ വെച്ച് ഇവർ പറയുന്നുണ്ട് ജെമിനിനെ പറ്റി. ഈ ഒരു ജെമിനി ഇപ്പം അവരുടെ മെയിൻ AI എഞ്ചിൻ ആക്കിയിരിക്കുകയാണ്. ഇനിയിപ്പം ഈ പറഞ്ഞ ജെമിനി എന്ന് പറഞ്ഞ ആ ഒരു പേര് വെച്ച് ആൻഡ്രോയിഡ് ആപ്പൂടെ അവർ ഇറക്കാൻ പോവുകയാണ്. ഗൂഗിളിന്റെ സ്വന്തം AI ആൻഡ്രോയിഡ് ആപ്പ് ജെമിനി. ഇപ്പോൾ ബാർഡ് എന്ന് പറഞ്ഞ പേര് ഫുള്ള് റീബ്രാൻഡ് ചെയ്തിരിക്കുകയാണ്. ഓഫ് കോഴ്സ് കുറച്ച് നാൾ കഴിഞ്ഞ് പ്ലേ സ്റ്റോറിൽ വരും. നമുക്ക് നോക്കാം ChatGPT വെട്ടോ ഇല്ലോ അത്. കാരണം ഈ ഒരു കാര്യത്തിൽ ഗൂഗിൾ ആക്ച്വലി കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. കാരണം ChatGPT അത്രയ്ക്കും മേളിൽ കയറിപ്പോയി. ഇവർ വിചാരിച്ചതിനേലും പറഞ്ഞ പോലെ മേളിലാണ് ഇപ്പോൾ ChatGPT. എനിക്കറിയില്ല ഇവരെങ്ങനെ അത് ഇപ്പോൾ റോഡി എത്തും എന്നുള്ളത്. നമുക്ക് നോക്കാം. കൂടാതെ തന്നെ നമ്മുടെ ഗൂഗിളിൽ തന്നെ ടെൻസർ G4 ഒരു ഗീക്ക് ബെഞ്ച് സ്കോർ വന്നിരിക്കുകയാണ്. സ്കോർ കണ്ടിട്ട് വളരെ ശോകം സ്കോറാണ്. അതിന് കുറച്ച് കാരണങ്ങൾ നമുക്ക് പറയാം. എന്തായാലും സ്കോർ എന്ന് പറഞ്ഞാൽ 1082 സിംഗിൾ കോർ സ്കോർ, 3121 മൾട്ടി കോർ സ്കോർ. അപ്പൊ ഈ ഒരു സ്കോർ കണ്ടാൽ തന്നെ മനസ്സിലാവും കുറവാണ്. അതായത് ടെൻസർ G4 എന്ന് പറഞ്ഞ പുതിയ പിക്സലിൽ വരേണ്ടതാണ്, പിക്സൽ 9 സീരീസ് വരേണ്ടതാണ് അത്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇത് ടെസ്റ്റിംഗ് ഫേസിലുള്ള സ്കോർ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അതായത് ഒരു ഫോൺ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ചിപ്പ് സെറ്റിന്റെ സ്കോർ ആയിരിക്കാം. ഇതാണ് ഒറിജിനൽ സ്കോർ എങ്കിൽ വളരെ മോശമാണ്. കാരണം മിഡ് റേഞ്ച് ചിപ്പ് സെറ്റിന്റെ സ്കോർ ആണത്. അതായത് മീഡിയാടെക്കിന്റെയും ക്വാൾക്കത്തിന്റെയും ഒക്കെ മിഡ് റേഞ്ച് ചിപ്പിന്റെ പവർ ആണത്. പിക്സൽ 9 അത്രയ്ക്കും 1,00,000 രൂപയ്ക്കൊക്കെ വിൽക്കുന്ന ഫോണിനകത്ത് അതൊക്കെ ആണെങ്കിൽ ഒന്നും പറയാനില്ല. എനിവേ, അടുത്തായിട്ടൊരു ന്യൂസ് വന്നിരിക്കുന്നത് നമ്മുടെ സാംസങ് അണ്ണൻ്റെ ഭാഗത്തു നിന്നാണ്. കുറച്ച് ആൾക്കാർ എന്നോട് പറയും സാംസങ്ങിൻ്റെ കുറച്ച് A സീരീസ് ഫോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അവർക്കായിട്ടാണ് A55 A35 പ്രോഡക്റ്റ് ആ ഒരു ഡോക്യുമെൻറ്റ് പേജ് അവരുടെ വെബ്സൈറ്റിൽ വന്നിരിക്കുകയാണ്. A35 A55. സോ വൈകാതെ തന്നെ ലോഞ്ച് ഉണ്ടായിരിക്കും. എനിക്ക് വലിയ താല്പര്യമുള്ളവർക്ക് നോക്കാം, സാംസങ് തന്നെ വേണ്ടവർക്ക് നോക്കാം. അടുത്തായിട്ടുള്ള ന്യൂസ് നമ്മുടെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. എസ്പെഷ്യലി UPI റിലേറ്റഡ് ന്യൂസാണ്. അതായത് പാർലമെന്റിൽ ഒരു ചർച്ച ഉണ്ടായിരിക്കുകയാണ്. ഇപ്പം നിലവിൽ UPIയുടെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നാണ്. അതായത് UPI പേയ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നത് മെയിനായിട്ട് ഗൂഗിൾ പേയും ഫോൺ പേ ആണ്. അപ്പോൾ കൂടാതെ മൂന്നാമത്തെ Paytm ഒക്കെ വരുള്ളൂ, അതിപ്പം തകരും. അത് പോട്ടെ. ഗൂഗിൾ പേ ഫോൺ പേയുടെ ആ ഒരു ഡുവലോപോളി, അതായത് അവർ രണ്ടുപേരും രാജാക്കന്മാരെ നിൽക്കുന്നത് കൊണ്ട്, അതും ഇന്ത്യൻ കമ്പനി അല്ലാത്തത് കൊണ്ട് തന്നെ പാർലമെന്റിൽ ഒരു ചർച്ച വന്നിരിക്കുന്നത് ഇന്ത്യൻ ബ്രാൻഡ് അല്ലെ ഇന്ത്യൻ ഒരു ആപ്ലിക്കേഷൻ, ഇന്ത്യൻ ബേസ്ഡ് ഒരു ഒറിജിനലുള്ള ഒരു ആപ്പ് തന്നെ ഈ ഒരു UPI പേയ്മെന്റ് ഡോമിനേറ്റ് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം വന്നിരിക്കുകയാണ്. അതായത് ഈ പറഞ്ഞ ഇവരുടെ മാർക്കറ്റ് ഷെയർ കുറച്ചിട്ട് പേയ്മെന്റ് ആ ഒരു കാറ്റഗറിയിൽ ഇന്ത്യൻ ആപ്പ് തന്നെ ഈ പറഞ്ഞ പോലെ ഉയർച്ചയിൽ എത്തിക്കാൻ ഒരു ശ്രമമാണ്. മേ ബി വൈകാതെ ഗൂഗിളിൽ ടു ഫോൺ പേ കിട്ടും ആ ഒരു പണി കിട്ടുമായിരിക്കും. കാരണം ഇന്ത്യയിൽ നിന്ന് ഒരു ബ്രാൻഡ് ഒരു ഇനീഷ്യേറ്റ് എടുത്ത് ഒരു ആപ്പ് ചെയ്യുവാണെങ്കിൽ മേ ബി അവരുടെ ആ ഒരു ഇത് മാറും. നമ്മളിനി വേറെ ഏതെങ്കിലും പേ യൂസ് ചെയ്യാമെന്നൊക്കെ പറയും. ഏത് നമ്മളിപ്പോൾ പേ ചെയ്യാൻ ഇപ്പം നമ്മൾ ഗൂഗിൾ പേ ചെയ്യാമെന്നൊക്കെ പറയുന്നതല്ലേ, ചേട്ടാ ഗൂഗിൾ പേ ചെയ്യാം ഏത്. അപ്പോൾ അത് മാറത്തോ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കുന്നു. ഓക്കെ, കുഴപ്പമില്ല. കാരണം നമ്മുടെ ആ ഒരു കൺട്രിയുടെ ഓഫ് കോഴ്സ് UPI എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വന്തം സാധനമാണ്. അപ്പോൾ അത് ഇന്ത്യയുടെ സ്വന്തം ആപ്പാണെങ്കിൽ അത്ര സന്തോഷം. അടുത്തായിട്ടുള്ള ന്യൂസ് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ മാർക്കറ്റ് ഷെയർ റിലേറ്റഡ് ന്യൂസാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റത്തെ Q4 2023 ലാസ്റ്റത്തെ ഘട്ടത്തിലുള്ള മാർക്കറ്റ് ഷെയറിന് ഒരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. വളരെ അതിശയിപ്പിക്കുന്ന റിപ്പോർട്ടാണ്. കാരണം ഇതിനകത്ത് ആപ്പിൾ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെ ഒരു കണക്കനുസരിച്ച് 3ൽ മേടിക്കുന്ന ഐഫോണുകളിൽ 2 എണ്ണവും ഐഫോൺ പുതിയതാണ്. അതായത് iPhone 15 ആയിരിക്കും. ഈ വർഷത്തെ ഒരു കണക്കാണ്. അതായത് ഇന്ത്യയിലുള്ള ഒരു ഫുൾ റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ 3ൽ 2 പേരെടുക്കുന്ന ഫോണുകളും ഐഫോണിന്റെ ലേറ്റസ്റ്റ് ജനറേഷൻ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഇത്രയും നാളത്തെ വാദം എന്ന് പറയുന്നത് അതല്ല. അതായത് ഐഫോണിന്റെ തലേ ജനറേഷനാണ് കൂടുതൽ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ കൂടുതൽ ട്രെൻഡിങ് എന്നാണ് പറയുന്നത്. അതായത് ആൾക്കൊരു iPhone 15 ഇറങ്ങുമ്പോൾ iPhone 14 ആണ് മേടിക്കുന്നതെന്നാണ് പൊതുവെ ഉള്ള ഒരു വാദം. പക്ഷെ അത് പൊളിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിലെ ഇപ്പൊ ജനങ്ങൾ iPhone 15 ആണ് കൂടുതൽ മേടിക്കുന്നത്. അതിശയം തന്നെ. എന്തായാലും ഇനി അടുത്തത് ആപ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡ് $500 കാറ്റഗറിയിൽ 75% മാർക്കറ്റ് ഷെയറോടുകൂടെ രാജാക്കന്മാരായി തുടരുകയാണ്. $500 മേളിൽ ആപ്പിൾ മാത്രമേ ഉള്ളൂ മെയിൻ. ഇനി സ്മാർട്ട് ഫോൺ സെയിൽ റിലേറ്റഡ് വന്നു, അതായത് ഇന്ന സ്പെസിഫിക് ഫോൺ റിലേറ്റഡ് ഒരു റാങ്ക് വന്നപ്പം ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ സാംസങ്ങിന് S സീരീസ് ഫോൺസ് ഇല്ല. സത്യം പറഞ്ഞാൽ അതിശയമായിട്ടുണ്ട്. ഇത്രയും ആൻഡ്രോയിഡിനെ ഹൈപ്പ് വെച്ച് ഇറക്കുന്ന കിങ് ഫോൺസ് സെയിൽസിലില്ല. സാംസങ്ങിന് കുറെ A സീരീസ് ഫോൺസ് ഉണ്ട് കേട്ടോ. അത് പിന്നെ പറ്റിച്ച് ഈ പറഞ്ഞ തോക്കിന് മറ്റേ ചൂണ്ടി മേടിപ്പിക്കുന്നതാണ് എനിക്ക് ഡൗട്ടുണ്ട്. എനിവേ, പക്ഷെ ഐഫോൺ ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ആപ്പിൾ തന്നെ കേട്ടോ, ഒന്നും പറയാനില്ല.
ഇനി ലാസ്റ്റത്തെ ന്യൂസ് ആപ്പിൾ അല്ല കേട്ടോ. അതായത് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം Q4 2023, അതായത് 2023 ലാസ്റ്റത്തെ ഘട്ടത്തിൽ OnePlusനേലും കൂടുതൽ സെയിൽ ഫോണുകൾ വിറ്റത് പോക്കോയാണ്. അതായത് പോക്കോ ശക്തമായി തിരിച്ചു വരുന്നു. അവസാനം മദർ ബോർഡിന്റെ ശാപം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ മദർ ബോർഡ് ശാപം ഇല്ലാത്തത് കൊണ്ടാവാം മേ ബി സെയിൽ കൂടിയിട്ടുണ്ട്. OnePlusനേലും കൂടുതൽ സെയിൽ ചെയ്യുന്നതാണ് പറഞ്ഞത്. അത് കംബാക്ക് ആണ്, നല്ല കാര്യം. കൂടാതെ ഓൾറെഡി നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തു, പോക്കോ ഏത് ദിശയിലേക്കാണ് പോകുന്നത്, ഷവമിയുടെ റെഡ്മി എവിടോട്ടാണ് പോകുന്നതെന്നുള്ള എന്നൊന്ന് കണ്ടു നോക്കുക. അപ്പം ഒരു ഓൺലൈൻ ആ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരികയാണ്. നോക്കാം. അടുത്തായിട്ടുള്ള ന്യൂസ് നമ്മുടെ MWC, അതായത് വേൾഡ് മൊബൈൽ കോൺഗ്രസ് 2024 നടത്തും. അപ്പോൾ ഈ ഒരു പരിപാടിയിൽ ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡിന്റെ ഫോൺ റിലീസ് ചെയ്യാൻ പോവുകയാണ്. എനർജൈസർ എന്നാണ് ഈ ഒരു ബ്രാൻഡിന്റെ പേര്. ഈ ഒരു ഫോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 28,000 mAh ബാറ്ററി ഉള്ള പവർ ബാങ്ക് ഫോണാണ് ഇത്. അതായത് 28,000 mAh ആണ് ആ ഒരു ഫോണിന്റെ ബാറ്ററി കപ്പാസിറ്റി. അപ്പം സ്വാഭാവികമായിട്ട് ഇത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ തലയിൽ വന്ന ചോദ്യം തന്നെയാണ് എനിക്കുള്ളത്. അതായത് ഇത്രയും mAh ഇവർ എങ്ങനെയാണ് ഇത്രയും വണ്ണമുള്ള ഫോണിനകത്ത് വെച്ചിട്ട്, കൂടാതെ ഈ വണ്ണമുള്ള ഫോൺ ഇവരെങ്ങനെ വിൽക്കും? അതായത് ഇത്രയും തിക്നെസ് ഉള്ള 28,000 mAh തള്ളി എന്തിനാണ് ഇവർ ഫോൺ ഇറക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. എനിക്കറിയത്തില്ല. 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. കൂടാതെ 60 മെഗാ ക്യാമറ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് അത് ഇഷ്ടിക തന്നെ ആയിരിക്കും. പിന്നെ ഇവർ ഇത്രയ്ക്കും ഹൈപ്പ് കൊടുക്കുന്നതിനകത്ത് ഇനിയിപ്പം പറയാൻ പറ്റില്ല, വളരെ നൂതനമായിട്ടുള്ള വല്ലോ ഈ പറഞ്ഞ 1 സെൻറ്റിമീറ്റർ താഴെയുള്ള തിക്നെസ്സിൽ അത്രയും mAh തള്ളി കയറ്റാനുള്ള ടെക്നോളജി ഇവരിൽ ഉണ്ടോയെന്ന് അറിയത്തില്ല. നമുക്കിപ്പോൾ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ സാധാരണ രീതിയിൽ വലിയ പാടായിരിക്കും. കാരണം 28,000 mAh അത്രയും ഡെൻസിറ്റി ഉള്ള സാധനം ഇത്രയും തിക്നെസ്സിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡേഞ്ചർ ആൻഡ് ഓൾസോ ഇമ്പോസിബിൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം പുതിയ ടെക്നോളജി വരും, സ്വാഭാവികം. അപ്പം എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. 28,000 mAhന്റെ ഇഷ്ടിക മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് നോക്കാം. പിന്നെ ബാറ്ററി ഒരിക്കലും തീരത്തില്ല, നിങ്ങൾ കുത്തിയിരുന്ന് ഫോണിനെ കൊന്നു തീർക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. എനിവേ, അടുത്തായിട്ടൊരു ന്യൂസ് നമ്മുടെ നത്തിങ് ഫോൺ അണ്ണൻ്റെ ഭാഗത്തു നിന്നാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് നത്തിങ് ഫോൺ 2 പിന്നെയും കുത്തിപ്പൊങ്ങിയിരിക്കുകയാണ്. ഒഫീഷ്യലി അവർ ടീസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ റെൻഡർ വന്നിരിക്കുകയാണ്, ഒറിജിനൽ റെൻഡർ വന്നിരിക്കുകയാണ്. പ്രധാനമായിട്ട് ഗ്ലിഫ് ഇൻ്റർഫേസ് ഇല്ല. പിന്നെ ഡിസൈൻ ഒരുമാതിരി വെറൈറ്റി ഡിസൈനാണ്. ചിലർ പറഞ്ഞ നത്തിങ് ഫോൺ 1 ഇവർ ആദ്യം തീരുമാനിച്ച ഒരു ഡിസൈൻ ഉണ്ട്, അത് റീസൈക്കിൾ ചെയ്ത് ഇവർ തിരിച്ചു കൊണ്ടുവന്നതാണ് ലീക്സ് പറയുന്നത്. എന്തായാലും ആയിക്കോട്ടെ, എന്തായാലും അവരുടെ ഐക്കോണിക് ഗ്ലിഫ് ഇൻ്റർഫേസ് ഇല്ല. സ്റ്റാർട്ട് റിയാലിറ്റി കുഴപ്പമില്ല, ഡസൻ മാറ്റർ. കാരണം ഞാൻ ലൈറ്റ് നോക്കാറില്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ലൈറ്റ് നോക്കുന്നവർക്കൊരു സങ്കടമായിരിക്കും. എനിവേ, മീഡിയാടെക് Dimensity 7200 ആയിരിക്കും ചിപ്സെറ്റ്. എന്തായാലും നോക്കാം. ഇത് ഞാൻ 25,000 ഫോൺ ചോദിക്കുന്നവരോടെല്ലാം വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ഈ ഒരു ഫോണിന് വേണ്ടി. കാരണം ഇതോടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു തീരുമാനമാക്കാം മൊത്തത്തിൽ. എന്തായാലും നോക്കാം. അടുത്തായിട്ടുള്ള ന്യൂസ് നമ്മുടെ ഐഫോണിൻ്റെ ഭാഗത്തു നിന്നാണ്. iPhone SE 2024 ഡൈനാമിക് തൊഴുത്തോടുകൂടെ ഈ വർഷം ലോഞ്ച് ചെയ്യുന്നതാണ് പറഞ്ഞത്. അതായത് ഡൈനാമിക് ഐലൻഡ് കാണും, പിന്നെ സിംഗിൾ ക്യാമറ ആയിരിക്കും, അല്ലാതെ നോച്ചും പിന്നെ മറ്റേ വണ്ണമുള്ള ബെസൽസ് ഒന്നും കാണത്തില്ലെന്നാണ് ന്യൂസസ് പറയുന്നത്. സോ കുറച്ചുകൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള SE ഫോൺ എന്ന് തോന്നുന്നു. സത്യത്തിൽ എനിക്ക് SE എന്ന് പറഞ്ഞ ഒരു സീരീസിനെ പറ്റി ഒരു അഭിപ്രായമില്ല. എനിക്ക് അറിയില്ല ഇവരെന്തിനാണ് ഇറക്കുന്നതെന്ന്. അറ്റ്ലീസ്റ്റ് ഇന്ത്യയിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒട്ടും അറിയത്തില്ല. അവിടെ ചിലപ്പം പൊളിയായിരിക്കും. എനിവേ, ഫൈനലി നമ്മുടെ ടെക് ന്യൂസിന്റെ മെയിൻ ന്യൂസിലേക്ക് കടക്കാം. iQ Neo 9 Proന്റെ പ്രൈസ് ലീക്ക് ആയിരിക്കുകയാണ്. വന്ന പ്രൈസ് എന്ന് പറയുന്നത് 8GB 256GB പ്രൈസ് 38,000 ആയിട്ടാണ്. അതായത് OnePlus 12R 40,000-നാണ്, ഇത് 38,000-നാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഈ ഒരു പ്രൈസ് ആണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് പ്രൈസ്. സ്റ്റിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞായിരുന്നു 35-38 ആണെങ്കിൽ ഇത് അടിപൊളി പ്രൈസാണ്. പക്ഷേ നമ്മൾ കണ്ണ് തള്ളിപ്പിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 35 പക്ഷേ ഇവിടെ 35 മേ ബി വരാം, പക്ഷേ ഓഫറൂടെ ചേർത്തായിരിക്കും. പിന്നെ പറയാൻ പറ്റത്തില്ല, ഈ ലീക്സൊക്കെ ഈ പറഞ്ഞ നമ്മളെ ഈ പറഞ്ഞാൽ ഒരു രീതിയിൽ മാനിപ്പുലേറ്റിംഗ് ലീക്സ് ഉണ്ട്. അതായത് ഒരു ഫോൺ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ബിസിനസ് ട്രിക്കാണ്. ഇറങ്ങുന്നതിന് മുമ്പ് ആ ഒരു ഫോണിന്റെ പ്രൈസ് ഇപ്പം ആ ഒരു ഫോണിന്റെ പ്രൈസ് 30,000 ആണെന്ന് വെക്കുക. ഇവർ 40,000 ആയിട്ട് ഇങ്ങനെ ചെറിയ ലീക്സ് ഒക്കെ വരും. ആ ഫോണിന്റെ പ്രൈസ് 40,000. അപ്പോൾ എല്ലാവരുടെ മൈൻഡ് പെട്ടെന്ന് 40,000-ലേക്ക് വരും. അപ്പം നമ്മൾ ആ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ ഇപ്പം 40 ആണെങ്കിലും നമ്മൾ അതങ്ങ് സഹിക്കും. കാരണം നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തു. പക്ഷേ പെട്ടെന്ന് ഇവർ ഇടുത്തി പോലെ 30,000 രൂപയ്ക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്കും അമിതമായ സന്തോഷം വരും. പക്ഷേ ആക്ച്വലി ആ ഒരു ഫോണിന്റെ വർത്ത് ആ ഒരു റേഞ്ച് 30 കാണുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ടാക്ടിക്സ് ആണോ എന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. സ്റ്റിൽ 38 ആണെങ്കിലും വലിയ സങ്കടമില്ല. കാരണം ചീപ്പസ്റ്റ് ബെസ്റ്റ് വാല്യൂ ഫോർ മണി നോ ഡൗട്ട് Neo 9 Pro ആണ്. പിന്നെ നമ്മുടെ ലോഞ്ച് ദിവസം നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ട്. അതിനകത്ത് ഞാൻ സ്പെഷ്യൽ ആയിട്ടൊരു സാധനം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും കാണാൻ മറക്കരുത്. നമുക്ക് ഫെബ്രുവരി 22 കാണാം. അൺബോക്സിംഗ് ഒന്നുമല്ല കേട്ടോ, അതൊന്നുമല്ല. പക്ഷെ നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത്, ഞാൻ വഴിയെ പറയാം. എനിവേ, ഇത്രയൊക്കെയാണ് വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറിയാലോ. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും